ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ ശിഷ്യനായിരുന്ന തോമസ് യേശു കർത്താവിനോട്, നീ എവിടേക്ക് പോകുന്നു? നീ പോകുന്ന വഴി ഞങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരണമെന്ന് ചോദിക്കുമ്പോൾ യേശു കർത്താവ് തോമസിനോട് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ 14-ന്റെ 6-ാം വാക്യത്തിൽ കാണുന്നു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുകുന്നില്ല എന്ന് യേശു ഓർമ്മപ്പെടുത്തുന്നു. ഈ ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യഥാർത്ഥ വഴി യേശുക്രിസ്തു ആണെന്നും സത്യവഴി യേശുക്രിസ്തു ആണെന്നും എന്ന് ഈ വാക്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യൻ പിതാവായ ദൈവത്തിൽ എത്തിച്ചേരുവാൻ കഴിയണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ പോകുവാൻ കഴിയുള്ളൂ എന്നും യേശുക്രിസ്തു നമ്മുടെ മുൻപിൽ തുറന്നു വച്ചിരിക്കുന്ന യേശുക്രിസ്തു കടന്നുപോയ ആ സത്യത്തിലൂടെയുള്ള വഴിയിലൂടെ മാത്രമേ നമുക്ക് യാത്ര ചെയ്താൽ നമുക്ക് പിതാവിന്റെ അരികിൽ എത്തുവാൻ കഴിയുകയുള്ളൂ എന്നും യേശു കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിനകത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. യോഹന്നാൻ 10-ന്റെ 1-ാം അധ്യായത്തിൽ, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. യഥാർത്ഥമായ വഴിയിലൂടെ കടക്കുന്നവർക്ക് മാത്രമേ, സത്യത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ പിതാവിന്റെ അരികിൽ എത്തുവാൻ കഴിയുകയുള്ളൂ എന്നും പിതാവിന്റെ അരികിൽ എത്തുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും യേശുക്രിസ്തു കടന്നുപോയ ആ യഥാർത്ഥമായ വഴിയിലൂടെ, ആ സത്യ വഴിയിലൂടെ മാത്രമേ കടന്നു പോകുന്നുള്ളൂ എന്നും ഈ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. സത്യവഴിയിലൂടെ യാത്ര ചെയ്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ആ വഴികളിൽ നിന്ന് തിരിഞ്ഞുപോയി പോകുവാൻ ഇടയായി തീരുകയും ചില ശക്തികളെക്കുറിച്ചും പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ന്റെ 1-2 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കർമ്മ പ്രവൃത്തികളെ പലരും അനുവദിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. കർത്താവായ യേശുക്രിസ്തു സത്യവഴിയിലൂടെ യാത്ര ചെയ്തു എങ്കിലും തന്നെ അനുഗമിക്കുവാൻ വേർതിരിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും ആ വഴി നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ആ സത്യമാർഗത്തിലൂടെയും സത്യവഴിയിലൂടെയും യാത്ര ചെയ്തു എങ്കിൽ യഥാർത്ഥമായ പിതാവിന്റെ അരികിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുമെന്നും ആ സത്യവഴിയിലൂടെ നമ്മെ മാറ്റുവാൻ ഇരുളിന്റെ ശക്തികൾ പലപ്പോഴും നമ്മെ ആ സത്യവഴിയിൽ നിന്ന് അകറ്റിക്കളയുവാൻ പരിശ്രമിച്ചപ്പോൾ പിതാവായ ദൈവത്തിൽ എത്തിച്ചേരുവാനുള്ള ആശയോടുകൂടെ ആ ഇരുളിന്റെ പ്രവൃത്തികളെ വെച്ചൊഴിഞ്ഞുകൊണ്ട് വെളിച്ചത്തിന്റെ മക്കളായി സത്യവഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് പിതാവിന്റെ അരികിൽ എത്തിച്ചേരേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരുമായി തീരണം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, ഹല്ലേലൂയ. തിന്മ നിറഞ്ഞ വഴിയിലൂടെയല്ല, അനീതി നിറഞ്ഞ വഴിയിലൂടെയല്ല, യേശുക്രിസ്തുവിന്റെ മുമ്പിലൂടെ കടന്നുപോയ സത്യവഴിയിലൂടെ യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഞങ്ങളെ തീർക്കണമേ. ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണേ. ദൈവത്തിന്റെ കരുണയുള്ളതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.